ഹലോ, വെൽക്കം ടു ഡ്രാമ വേൾഡ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. മറക്കാതെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യാം. അങ്ങനെ അവർ അവസാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയുകയാണ്. അങ്ങനെ അങ്ങനെ ജേജ ആണെങ്കിൽ രാത്രിയിൽ അവളും കീഫറും ഐ ലവ് യു പറഞ്ഞതിങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ കീഫർ അവളുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. അങ്ങനെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും കീഫർ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയുകയാണ് ലേറ്റായിട്ട് വന്നതിന് നല്ല വഴക്ക് കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ കീഫർ പറയാണ് അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പം ജേജി ചോദിക്കുകയാണ് എന്ത് പറഞ്ഞാൽ നീ പ്രഗ്നൻ്റ് ആണ്, നമ്മൾ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. കേട്ട ജേജി ആണെങ്കിൽ നീ എന്തോടായി പറയുന്നത്, മര്യാദയ്ക്ക് പോയി ഫോൺ വിളിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി, എനിക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ഗുഡ് നൈറ്റ്, ലവ് യു. എനിക്ക് ഈ ജീവിതകാലം മുഴുവനും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. ഐ ലവ് യു എന്ന് വീണ്ടും പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജയജയൻ തിരിച്ച് ഐ ലവ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സിയാൻ എഴുന്നേൽക്കുവാണ്. എന്നെയാണോ എന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ സിയാൻ പറയുകയാണ് നീ ആരടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞതാണ്, മര്യാദയ്ക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ കീഫറിൻ്റെ അടുത്ത് പോയി പറയുന്നു. അപ്പോൾ ജയജയ പറയുകയാണ് നീ പോയി പറഞ്ഞോളാം. അങ്ങനെ സിയാനാണെങ്കിൽ അവളുടെ കയ്യിൽ ഫോൺ ഇങ്ങനെ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോഴത്തേക്കിന് ആരിസ് പറയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങണമെന്ന്. അങ്ങനെ ഇത് കേട്ടിട്ട് തന്നെ രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ജയജ ഉറക്കം തൂങ്ങിക്കൊണ്ട് ക്ലാസ്സിലോട്ട് വരുവാണ്. നിന്നെ കാരണമാണ് ഞാൻ നല്ലതായിട്ട് ഉറങ്ങാനെന്ന് പറഞ്ഞ് ജിയാനെ വഴക്ക് പറഞ്ഞിട്ട് അവൾ അവളുടെ സീറ്റിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ യൂറി അങ്ങോട്ടേക്ക് വരുവാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ജയജയ്ക്ക് നല്ല കുറ്റബോധമുണ്ട്. അങ്ങനെ അവൾ അങ്ങനെ മനസ്സിനുള്ളിൽ തന്നെ ഇങ്ങനെ പറയുവാണ് ഞാൻ അവനെ ഹേർട്ട് ചെയ്യാനും അവൻ്റെ ഫീലിങ്സ് വെച്ച് കളിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവൾ അത് പറഞ്ഞുകൊണ്ട് അടുത്ത കീഫറിൻ്റെ ചെയറിലോട്ട് നോക്കുമ്പോൾ അവൻ അവിടെ വന്നിട്ടില്ല. അവൻ എവിടെ പോയേക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വാതിലിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് യൂറി ഇത് കണ്ടിട്ട് പറയുവാണ് അവനിന്ന് വരുത്തില്ല, അവൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ജെ പറയുവാണ് ഞാൻ എന്തിനാ അവനെ തിരക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ മനസ്സിനുള്ളിൽ തന്നെ പറയുവാണ് ഞാൻ അവനെ തിരയുന്നത് അത്ര ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നു, മോശമായല്ലോ എന്നിങ്ങനെ മനസ്സിൽ പറയുവാണ്. അങ്ങനെ ക്ലാസ്സിൽ പിള്ളേരാണെങ്കിൽ കീഫർ വരാത്തോണ്ടാണ് ജെ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവളെ കളിയാക്കുവാണ്. അപ്പോൾ സിയാൻ ഇങ്ങനെ പറയുവാണ് ഇന്നലെ രാത്രി എന്തോ നടന്നതെന്ന് അറിയണമെന്ന്. അപ്പോൾ ജെ ഉടനെ പറയുവാണ് നിന്റെ വായിന്ന് എന്തെങ്കിലും വന്നാൽ നീ തീർന്നു. അപ്പോൾ അവിടേക്ക് മറ്റേ പൂച്ചക്കുട്ടി എഡ്ഡി അത് വരുമ്പോഴത്തേക്കിനും സിയാൻ അതിനെ ഓട്ടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ സിയാൻ രാത്രി ഉറങ്ങാൻ നേരത്ത് ആ പൂച്ചക്കുട്ടീനെ സ്വപ്നം കണ്ട് ഓരോന്നൊക്കെ കിടന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ ജെ ആണെങ്കിൽ കീഫറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അവൻ എന്തായിരുന്നു വരാനത്. അങ്ങനെ അവൾ അങ്ങോട്ട് അവനെ വിളിക്കുകയാണ്. കോൾ അറ്റൻഡ് ചെയ്ത കീഫർ ഉടനെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറയുവാണ്. അങ്ങനെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും കീഫർ പറയുകയാണ് അതൊരു വലിയ കഥയാണ്, ഞാൻ വരാത്തത് കൊണ്ട് യൂറി എന്തെങ്കിലും മൂവ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ അതൊന്നും ഇല്ല, നീ വരാത്തത് കൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടായി, ഒരു മെസ്സേജ് പോലും ചെയ്തില്ലല്ലോ. അപ്പോൾ കീഫർ പറയുകയാണ് എന്നെക്കൊണ്ട് ഇനിയും കുറച്ച് ദിവസത്തേക്കിന് വരാൻ പറ്റില്ല, കുറച്ച് ഫാമിലി പ്രോബ്ലം ആണ്. അപ്പോൾ ജെ പറയുകയാണ് ഒരു മെസ്സേജ് കൂടി അയക്കാൻ പറ്റാത്ത അത്ര വലിയ പ്രോബ്ലം ആണോ എന്ന്, എന്ത് പറ്റി എന്താണെങ്കിലും എന്നോട് പറയാൻ. അങ്ങനെ കീഫർ നടന്ന കാര്യം ജെയുടെ അടുത്ത് പറയുവാണ്. 3 ദിവസത്തിന് മുമ്പ് സാധനങ്ങളെല്ലാം കീഫർ വീട്ടിലോട്ട് വരാൻ നേരത്ത് പൊട്ടിക്കിടക്കുവാണ്. സർവൻസ് എല്ലാം അത് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ അവിടേക്ക് വന്ന കീഫർ ആണെങ്കിൽ അയാൾ ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചിട്ട് ചെറിയ അനിയൻ കിരണിനെ വിളിക്കുവാണ്. അങ്ങനെ വിളിച്ച ഉടനെ അവർ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അവർ രണ്ടുപേരും കണ്ടുടനെ കീഫറിന് സമാധാനം ആവുകയാണ്. അങ്ങനെ ഏറ്റവും ചെറിയ അനിയനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വരുവാണ്. അപ്പോൾ കീഫർ കെട്ടിപ്പിടിച്ചിട്ട് പറയുവാണ് അതിലൊന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ വന്നല്ലോ, നിങ്ങൾ പേടിക്കണ്ട. ഇളയ അനിയൻ പറയുവാണ് ഞാൻ അയാളുടെ കൂടെ പോയില്ല, എന്നെ വിടരുത്. അപ്പോൾ കീഫർ പറയാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ അനിയൻ ചോദിക്കുവാണ് എന്ത് പ്ലാനാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ കീഫർ പറയുകയാണ് എനിക്ക് 18 വയസ്സാവാൻ പോവല്ലേ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ലീഗൽ ഗാർഡിയൻ ആവും. അപ്പോൾ രണ്ടാമത്തെ അനിയൻ പറയുകയാണ് അതുവരേക്കും ഞങ്ങൾ കാത്തിരിക്കണോ, അതിനു മുമ്പേ അയാൾ വന്ന് ഇവനെ കൊണ്ടുപോയാലോ. അപ്പോൾ രണ്ടാമത്തെ അനിയൻ പറയുകയാണ് അതുവരേക്കും ഞങ്ങൾ കാത്തിരിക്കണോ, അതിനു മുമ്പേ അയാൾ വന്ന് ഇവനെ കൊണ്ടുപോയാലോ. അപ്പോൾ കീഫർ പറയുകയാണ് അങ്ങനെ ഒന്നും നടക്കത്തില്ല. അങ്ങനെ അനിയന്മാർ പോയ ഉടനെ തന്നെ കീഫർ ലോയറിനെ വിളിക്കുവാണ്. ലോയർ ഫോൺ എടുത്തിട്ട് പറയാണ് അനിയന്മാരുടെ കസ്റ്റഡിയുടെ കാര്യം പറയാനല്ലേ നീ വിളിച്ചത്, നീ പേടിക്കേണ്ട, ഞാൻ വേണ്ടുള്ള പേപ്പേഴ്സ് എല്ലാം റെഡി ആക്കിയിട്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇതോടെ ഫ്ലാഷ് ബാക്ക് തീരുവാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ ജെയും സിയാനും ആരിസും കൂടി വെളിയിലോട്ട് പോകാനായിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് അവരുടെ മുന്നിലൊരു ബ്ലാക്ക് വാൻ വന്ന് നിൽക്കുവാണ്. അതിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ 3 പേരുടെയും പേര് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ചോദിക്കുമ്പോഴത്തേക്കിന് ആരിസ് അതേന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുകയാണ് വാട്സൺ ഫാമിലിയിൽ നിന്നും കാറ് അയച്ചിട്ടുണ്ട്, ആ കാറ് തുറക്കുമ്പോഴത്തേക്ക് അതിൽ എല്ലയും ഗാലക്സും ഉണ്ട്. വാട്സൺ ഫാമിലിന്ന് കേട്ട ഉടനെ സിയാൻ ജയയുടെ അടുത്ത് പറയുകയാണ് ഇത് ചിലപ്പോൾ കീഫറിൻ്റെ
അച്ഛൻ അയച്ചതായിരിക്കും, നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറണ്ടാന്ന്. അങ്ങനെ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ ജെ ജെ ആണെങ്കിൽ കാറിലോട്ട് കയറുവാണ്. ജെ ജെ കയറിയതുകൊണ്ട് തന്നെ ആരിസും സിയാനും കയറുവാണ്. അങ്ങനെ കാർ ഒരു ബംഗ്ലാവിൻ്റെ അടുത്തോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവരവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ക്ലാസ്സിലുള്ള എല്ലാവരും അവിടെ കാണും. ആർക്കും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് എന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടേക്ക് വരുന്ന കീഫറിൻ്റെ അച്ഛനാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആരിസ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തോത്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നതെന്ന്. അപ്പോൾ കീഫറിൻ്റെ അച്ഛൻ പറയുകയാണ്, ആരിസ് നീ ഇതുവരെയായിട്ട് മാറിയിട്ടേ ഇല്ല. എന്നിട്ട് അയാൾ പറയുകയാണ്, എൻ്റെ പയ്യൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ എനിക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവിടേക്ക് 2 കാറിലായിട്ട് യൂറിയും കിഫറും വരുവാണ്. അപ്പോൾ ഇത് കണ്ട ജെ ജെ മനസ്സിൽ പറയുകയാണ്, രണ്ടുപേരും നല്ലതായിട്ട് തന്നെ ഉള്ളത്, പക്ഷേ എനിക്ക് മാത്രമാണ് അവർ രണ്ടുപേരും ഒന്നായിട്ട് കാണുമ്പം ഒരുമാതിരി ഉള്ളത്. അടുത്തതായിട്ട് എല്ലാവരും ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അപ്പോൾ കീഫർ ജെ ജെനെ മാത്രം ഒരു റൂമിലേക്ക് കൊണ്ടുപോവാണ്. ആ റൂമിൽ യൂറിയും കീഫറിൻ്റെ 2 അനിയന്മാരും ഉണ്ട്. അവരെ കണ്ടുടനെ ജെ ജെ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോൾ വന്നു, ഇവിടെ എന്തുവാണ് ഈ നടക്കുന്നത്? അപ്പോൾ ഒന്നാമത്തെ അനിയൻ പറയുവാണ്, ഞങ്ങളുടെ അച്ഛൻ എന്തോ ചെയ്യാൻ പോവുകയാണ്, കാരണമൊന്നുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല എന്തായാലും. അപ്പോൾ യൂറി പറയുവാണ്, എന്തോ സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ അയാളുടെ ടാർഗറ്റ് കിരണാണ്. ജെ ജെക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾ ചോദിക്കുവാണ്, അവർ നമ്മളെ കിഡ്നാപ്പ് ചെയ്തേക്കുവാണോ? ഒന്നാമത്തെ അനിയൻ പറയുവാണ്, ഞങ്ങൾ അയാൾ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുവന്നതാണ്. എന്തായാലും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, അത് അയാൾ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കീഫറിനെ വിളിച്ചത്. എന്നിട്ട് കീഫർ ജേജേൻ്റെ അടുത്ത് പറയുവാണ്, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ കിരണിനെ കൂട്ടിയിട്ട് വെളിയിലോട്ട് പോകണം. അപ്പോൾ ജേജെ പറയുവാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ അങ്ങനെ വിട്ടിട്ട് പോകണോ? ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ജേജയ്ക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ കീഫർ പറയുവാണ്, ജേജെ നീ പേടിക്കണ്ട, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അനിയന്മാർക്ക് വേണ്ടിയിട്ട് നീ ഇത് ചെയ്താൽ മതി. അപ്പോൾ ജേജെ ചെയ്യാമെന്ന് പറയുവാണ്. അങ്ങനെ എല്ലാവരും അവിടെ ജോളിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിയാൻ ജേജേൻ്റെ അടുത്ത് പറയുവാണ്, നിനക്ക് ബോയ് ഫ്രണ്ടുള്ള കാര്യം ഞാൻ കീഫറിൻ്റെ അടുത്ത് പറയട്ടെ എന്ന്. അപ്പോൾ യൂറി അത് കേൾക്കുവാണ്. എന്നിട്ട് അവൻ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ജേജെ പറയുവാണ്, ഒന്നുമില്ല, ഞാൻ അവൻ്റെ അടുത്തൊരു ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ വാറ്റ്സൺ അവിടേക്ക് വരുമ്പോഴത്തേക്കിനും എല്ലാവരും സീറ്റിൽ പോയിരിക്കുകയാണ്. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട്, കീഫർ നീ പഠിക്കുന്നൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും കീഫർ പറയുവാണ്, നിങ്ങൾക്കത് ആവശ്യമില്ലാത്ത ചോദ്യമാണ്, നിങ്ങളതൊന്നും തിരക്കണ്ടെന്ന്. അങ്ങനെ യൂറിൻ്റെ അടുത്ത് പറയണം, നിന്റെ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണോ? അയ്യോ പാവം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ യെല്ലേനെ നോക്കുവാണ്. എന്നിട്ട് അവളുടെ അടുത്ത് പറയണം, ഇതിനു മുമ്പ് നീ എൻ്റെ മോൻ്റെ കൂടെ ആയിരുന്നു, ഇപ്പോൾ വേറൊരുത്തൻ്റെ കൂടെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജേജേനെ നോക്കുവാണ്. ജേജേനെ അറിയത്തില്ലല്ലോ. അങ്ങനെ അവളുടെ പേരെന്തോന്ന് ചോദിക്കുവാണ്. അങ്ങനെ അവളുടെ ഫുൾ നെയിം പറഞ്ഞിട്ട് എന്നെ ജേജേന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അവളുടെ പേര് കേട്ടിടനെ വാറ്റ്സൺ പറയുവാണ്, എനിക്ക് മരിയാനോ എന്ന പേരുള്ള ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ടായിരുന്നു, നിന്റെ പേരൻസിൻ്റെ നെയിം എന്തോന്ന് ചോദിക്കുന്നു. അപ്പോൾ ജെ ഇങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്കിനും കീഫർ പറയുവാണ്, അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സബ്ജക്റ്റാണ്, അതങ്ങ് വിട്ടേക്കാൻ. അപ്പോൾ അയാൾ പറയുവാണ്, ഞാൻ വേറൊന്നും അവളുടെ അടുത്ത് ചോദിച്ചില്ലല്ലോ, അവളുടെ പേരൻസ് നെയിം അല്ലേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അയാൾ വീണ്ടും അവളോട് അത് ചോദിക്കുവാണ്. അവളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് കേട്ടുടനെ അയാൾ ചിരിച്ചിട്ട് പറയുവാണ്, ഈ ലോകം വളരെ ചെറുതാണല്ലേ. അച്ഛന് ജെയുടെ ഫാമിലിനെ കുറിച്ച് എല്ലാം അറിയാം. അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് പറയുവാണ്. അങ്ങനെ ആരിസും നീയും കസിൻസ് അല്ലേന്ന് ചോദിക്കുവാണ്. അങ്ങനെ അവളും അതേന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കീഫറിന് നല്ല ദേഷ്യം വരുവാണ്. അവൻ അവിടെ ഇരുന്നൊരു ഗ്ലാസ് കൈവച്ച് നെരിച്ച് പൊട്ടിക്കുവാണ്. അപ്പോൾ എല്ലാവരും തന്നെ കീഫറിനെ നോക്കുവാണ്. അപ്പോൾ കീഫർ പറയുവാണ്, അവളെ അപമാനിക്കാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് എന്താ വേണ്ടുള്ളത്, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ഇത് കേട്ട വാറ്റ്സൺ ആണെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് കീഫറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുവാണ്, നീ ഇതിൽ സൈൻ ചെയ്യ്, എങ്കിൽ കിരണിൻ്റെ കസ്റ്റഡി എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ സ്വത്ത് മുഴുവനും എനിക്ക് തരണമെന്ന്. ഇത് കേട്ട കീഫർ പറയുവാണ്, ഇത് ഞങ്ങളുടെ അമ്മയുടെ കാശാണ്, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അത് നിങ്ങൾക്ക് വെറുതെ തരാൻ കഴിയില്ല. അപ്പോൾ വാറ്റ്സൺ പറയുവാണ്, അത് എൻ്റെ കമ്പനിയിലെ കാശാണ്, അവളത് മോഷ്ടിച്ചതാണെന്നൊക്കെ. അപ്പോൾ കീഫർ എഴുന്നേറ്റിട്ട്, ഞാൻ ഒരിക്കലും ഇതിൽ സൈൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ആ സ്വത്തുക്കളും തരില്ല എന്ന്. അങ്ങനെ വാറ്റ്സൺ ഉടനെ എഴുന്നേറ്റ് അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർക്കും വാറ്റ്സൻ്റെ ആൾക്കാർക്കും ഇടയിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ കിരണിനെ ഓടിപ്പൊക്കോളാൻ പറയുവാണ് ജെ. അപ്പോൾ അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അങ്ങനെ അവരെ തോക്ക് ചൂണ്ടി പേടിപ്പിച്ച് വെക്കുവാണ്. അങ്ങനെ അവരെ എല്ലാവരും കൂടി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വാറ്റ്സൺ വന്നിട്ട് കിരണിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറയുവാണ്. അങ്ങനെ അതിലൊരാൾ ജെനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയുവാണ്, കിരൺ എവിടെ ഉണ്ടെന്ന് ഇവൾക്കറിയാമെന്ന്. അപ്പോൾ ജെ പറയുവാണ്, പോക്കറ്റിലാണോ ഉള്ളത്, വന്നെടുത്തോളാമെന്ന്. അപ്പോൾ വാറ്റ്സൺ പറയുവാണ്, നീ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം, നീ എൻ്റെ മോൻ്റെ പുറകെ നടക്കുന്നത് അവൻ്റെ കയ്യിലുള്ള കാശ് കണ്ടിട്ടല്ലേ. അങ്ങനെ കീഫറിനെ നോക്കിയിട്ട് പറയുവാണ്, നീ നിൻ്റെ അമ്മേനെ പോലെ തന്നെയാണ്. അപ്പോൾ കീഫർ മോശമായിട്ട് അയാളെ പറയുമ്പോഴത്തേക്കിനും അയാൾ പറയുവാണ്, നീ നോക്കി കണ്ടൊക്കെ സംസാരിക്കും, നീ ഇപ്പോൾ എൻ്റെ സ്ഥലത്താണുള്ളത്, കിരൺ ഇങ്ങോട്ട് വരണമെന്ന് അയാൾ പറയുവാണ്. എന്നിട്ട് അവരെ എല്ലാവരെയും മുട്ടിലിരിക്കാൻ പറയുവാണ്. അപ്പോൾ അവിടെ കീഫർ മാത്രം നിൽക്കുവാണ്. അങ്ങനെ ഇത് കാണുന്ന വാറ്റ്സൺ ആണെങ്കിൽ അവനെ അടിക്കാൻ പറയുവാണ്.
അങ്ങനെ ഇത് കാണുന്ന ജേജ ആണെങ്കിൽ വാറ്റ്സൻ്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും അവനോട് സ്നേഹമുണ്ടോ? അപ്പോൾ വാറ്റ്സൺ പറയുവാണ്, ഞാൻ പറയുന്നത് അവൻ അനുസരിച്ചെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ കീഫറിനെ ഇങ്ങനെ അടിക്കാൻ നേരത്ത് അവന്മാരാരും വെറുതെ ഇരിക്കില്ലല്ലോ. അവരെല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് ആൾക്കാരെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരാൾ മുകളിലോട്ട് നോക്കി ഇങ്ങനെ വെടിവെക്കുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വാറ്റ്സൺ ആണെങ്കിൽ കീഫറിൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് അതിൽ സൈൻ ചെയ്യാൻ പറയുവാണ്. അപ്പോൾ ഇത് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ആണെങ്കിൽ വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കിനും കീഫർ എന്നാലും സൈൻ ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ജെ അവൾ ആ ഗൺ പോയിന്റിൽ വെച്ചേക്കുന്ന ആളെടുത്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ വെടി വെക്കാൻ പറയുവാണ്. ഇത് കേൾക്കുന്ന ആരിസ് ആണെങ്കിൽ ജെ നീ അങ്ങനെ പറയരുതെന്ന് പറയുവാണ്. അങ്ങനെ യൂറി എഴുന്നേറ്റിട്ട് പറയുവാണ്, നീ എന്ത് ചെയ്യാനായി പോകുന്നത്, അങ്ങനെയൊന്നും പറയരുതെന്ന്. ജെ വീണ്ടും പറയുവാണ്, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വെടിവെക്ക്. വാറ്റ്സൺ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിനെ വെടിവെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. വാറ്റ്സണും ഇപ്പോൾ അയാളുടെ ആളിൻ്റെ അടുത്ത് പറയുവാണ് ഗണ്ണ് അവളുടെ മുന്നിൽ നിന്ന് മാറ്റാനെന്ന്. എന്നിട്ട് വാറ്റ്സൺ പറയുവാണ്, ഇന്നെന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അയാൾ പോയ ശേഷം അത്രയും നേരം ധൈര്യമായിട്ട് നിന്ന ജെ പെട്ടെന്ന് തറയിലേക്ക് വീഴുവാണ്. അങ്ങനെ അവളുടെ അടുത്തേക്ക് എല്ലാവരും ഓടി വരുവാണ്. അപ്പോൾ അവൾ പറയുവാണ്, ഞാൻ ഇപ്പോൾ മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന്. അപ്പോൾ പയ്യന്മാരെല്ലാവരും പറയുവാണ്, നിനക്ക് ഭയങ്കര ധൈര്യമാണ്. അപ്പോൾ കീഫറാണെങ്കിൽ അവളെ നല്ല വഴക്ക് പറയാണ്, നീ ആരെ ഈ ചലഞ്ച് ചെയ്തതെന്ന് നിനക്കറിയാവോ? അങ്ങനെ അവളെ വഴക്ക് പറഞ്ഞിട്ട് ശരി കിരൺ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കിന് കീഫറിൻ്റെ ശബ്ദം കേട്ടുടനെ കിരൺ ഓടി വരുവാണ്. അങ്ങനെ അതിനുശേഷം കീഫർ നല്ല വഴക്ക് പറയുകയാണ്, ഇതിന് നീ ഇനി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നല്ലതായിട്ട് ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവളെ നല്ല വഴക്ക് പറയും. അപ്പോൾ ജെക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അങ്ങനെ അതേ ദിവസം രാത്രിയാണെങ്കിൽ സിയാനും കീഫറും കൂടി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സിയാൻ വേറെ വീട്ടിലോട്ട് താമസം മാറുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് കീഫറിൻ്റെ അടുത്ത് നിന്ന് ജെക്ക് വിടാതെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന സിയാനാണെങ്കിൽ നിങ്ങൾ രണ്ട് ലവേഴ്സിൻ്റെ ഇടയിലും വഴക്കം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജെ പറയുവാണ്, ഞാനും കീഫറും തമ്മിൽ ഒന്നുമില്ലയെന്ന്. എന്നിട്ട് ജെ പറയുവാണ്, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തതല്ലേ. എന്നിട്ട് അവൻ താങ്ക്സ് പറയേണ്ട അടുത്ത് എന്നെ നല്ല വഴക്കാണ് പറഞ്ഞത്. അപ്പോൾ കീഫറിൻ്റെ അടുത്ത് നിന്ന് സിയാൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുവാണ്. അത് ജെക്കുള്ള മെസ്സേജ് ആയിരുന്നു. നീ 5 മിനിറ്റിനുള്ളിൽ താഴേക്ക് വന്നില്ലെങ്കിൽ ഏഞ്ചലോൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ആ മെസ്സേജ് സിയാൻ വായിക്കുമ്പോൾ ജെക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ സിയാൻ പറയുവാണ്, കീഫർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ കീഫറും ജെയും കൂടി കാറിൽ ഇങ്ങോട്ട് പോയിട്ട് കാർ ഒരു സ്ഥലത്ത് കീഫർ നിർത്തുവാണ്. നീ എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണോ എന്ന് കീഫർ ചോദിക്കുവാണ്. അപ്പോൾ ജെ അതേന്ന് പറയുവാണ്. നീ എന്തെങ്കിലും പറയാമെന്ന് പറയുമ്പോഴത്തേക്കും ജെ പറയുവാണ്, ഞാൻ നിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലാണ്, എന്നിട്ട് ഞാൻ തന്നെ ആദ്യം നിൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന്. അപ്പോൾ കീഫർ ചോദിക്കുവാണ്, ഞാൻ എന്താ നിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ജെക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ജെ പറയുവാണ്, നീ എൻ്റെ അടുത്ത് സോറിയാണ് ചോദിക്കേണ്ടതെന്ന്. അപ്പോൾ കീഫർ പറയുവാണ്, നീ ആ നേരത്ത് അങ്ങനെ സംസാരിച്ചത് വളരെ തെറ്റാണ്. ഡിലൻ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നിന്നെ അപ്പോൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ. അങ്ങനെ ഒടുവിൽ എല്ലാത്തിനു ശേഷം കീഫർ പറയുവാണ്, ശരി നീ തന്നെ ജയിച്ചത്, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്, എന്നെയും എൻ്റെ അനിയന്മാരെയും എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയെന്ന് കീഫർ പറയുവാണ്. അപ്പോൾ ജെ പറയുവാണ്, ഞാൻ എൻ്റെ ദേഷ്യം ഇതുവരെയായിട്ടും പോയിട്ടില്ലാന്ന്. എന്നിട്ട് ജെ പറയുവാണ്, നിനക്കും നിൻ്റെ അച്ഛനും ഇടയിൽ എന്താ പ്രശ്നം, എനിക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ല, നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ കീഫർ ഒരു ഫ്ലാഷ് ബാക്ക് പറയുവാണ്. അപ്പോൾ കീഫറിന് 7-8 വയസ്സാണുള്ളത്. കീഫർ യൂറിൻ്റെ അടുത്ത് ഏതോ ഒരു വിഷയത്തിന് തോറ്റുപോയി. അത് കേൾക്കുന്ന വാറ്റ്സൺ ആണെങ്കിൽ കീഫറിന് നല്ല വഴക്ക് പറയുവാണ്. ഈ വഴക്ക് കേൾക്കുന്ന നമ്മുടെ കുട്ടി കീഫർ ആണെങ്കിൽ സ്കൂളിൽ നടന്നത് ഇങ്ങനെ ആലോചിക്കുവാണ്. അതായത് ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ വേറെ ഫ്ലാഷ് ബാക്ക്. സ്കൂളിൽ യൂറി, കീഫർ, വീണ്ടും 2 കൊച്ചുങ്ങളും കൂടിയിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കുവാണ്. ഇത് കാണുന്ന ടീച്ചറാണെങ്കിൽ അവരെ ഗൈഡൻസിന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ന് നടന്ന ആ ഒരു വഴക്കിൽ കീഫറാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആ വിഷയം അച്ഛൻ അറിഞ്ഞാൽ കീഫറിനെ നല്ല അഭിനന്ദിക്കുമെന്ന് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ യൂറി ആണെങ്കിൽ കീഫറിനെ നോക്കിയിട്ട് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ കീഫർ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ യൂറി പറയുവാണ്, ഞാൻ ചെയ്തതിന് എന്നോട് ക്ഷമിക്കുന്നു. അപ്പോൾ അവിടേക്ക് ആഞ്ചലോ വരുവാണ്. ആഞ്ചലോനെ കണ്ട ഉടനെ കീഫറിന് അവൻ്റെ അച്ഛനെ പോലെ തോന്നുവാണ്. അങ്ങനെ അവൻ നല്ല രീതിക്ക് പേടിക്കുവാണ്. അപ്പോൾ പയ്യന്മാരെല്ലാവരും കൂടിയിട്ട് കീഫറിനെ ആഞ്ചലോൻ്റെ അടുത്തേക്ക് തള്ളിവിടുവാണ്. പക്ഷേ ആഞ്ചലോ ആണെങ്കിൽ അവനെ വഴക്കുണ്ടാക്കിയതിന് വഴക്ക് പറയാതെ അവനെ അഭിനന്ദിക്കുവാണ്. എന്നിട്ട് ആഞ്ചലോ പറയുവാണ്, നീ ഇതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കാതെ നിന്നെ സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ പവറെല്ലാം യൂസ് ചെയ്യാൻ. അതിനുശേഷം കീഫർ എല്ലാവരുടെ അടുത്തും കൂടി ഫ്രണ്ട്സായിട്ട് നല്ല രീതിക്ക് പോവുകയാണ്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എൻഡ് ആവുകയാണ്.
വാറ്റ്സൺ കീഫറിൻ്റെ അമ്മേൻ്റെ അടുത്ത് ഒരു പേപ്പർ കാണിച്ചിട്ട് നീ മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കുകയാണ്. കീഫറിൻ്റെ അച്ഛന് എപ്പോഴും പണമാണ് ഏറ്റവും വലുത്. അമ്മേൻ്റെ അടുത്ത് എന്തെങ്കിലും കാരണം പറഞ്ഞ് മോഷ്ടിച്ചെന്നും പറഞ്ഞിട്ട് എപ്പോഴും എടുത്തിട്ട് അടിക്കും. അമ്മേനെ മാത്രമല്ല അവൻ്റെ അനിയന്മാരെയും അയാൾ ഒത്തിരി ഉപദ്രവിക്കാറുണ്ടെന്ന്. പിറ്റേ ദിവസം യൂറി കീഫറിനെ കാണുമ്പോഴത്തേക്കിനും അവൻ്റെ മുഖം മുറിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് യൂറി ചോദിക്കും, നിൻ്റെ അച്ഛൻ നിന്നെ അടിച്ചോന്ന്. അപ്പോൾ കീഫർ പറയുകയാണ്, അമ്മ പറഞ്ഞു പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാം, അച്ഛനെ വിട്ടിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ ആരിസ് പറയുകയാണ്, ഇങ്ങനെ ഉപദ്രവിക്കുന്ന അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണെന്ന്. അങ്ങനെ അവർ മൂന്നുപേരും അവരെ അച്ഛനെ വിട്ടിട്ട് വേറെ സ്ഥലത്ത് മാറി താമസിക്കുവാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് കീഫറിൻ്റെ ഏറ്റവും ഇളയ അനിയൻ ജനിക്കുന്നത്. അങ്ങനെ കീഫറിൻ്റെ അമ്മയാണെങ്കിൽ അയാൾ ചെയ്തതെല്ലാം ക്ഷമിച്ചിട്ട് വീണ്ടും അവരുടെ ലൈഫിലോട്ട് അയാളെ എടുക്കുവാണ്. പക്ഷെ അയാളുടെ സ്വഭാവത്തിലൊട്ടും മാറ്റമില്ല. കീഫറിൻ്റെ അമ്മേനെ ഉപദ്രവിക്കുവാണ്. അങ്ങനെ കീഫർ അതിൻ്റെ ഇടയിൽ പോകുമ്പോഴത്തേക്കിനും അയാൾ അടിക്കുവാണ്. അങ്ങനെ വീണ്ടും അയാൾ കീഫറിൻ്റെ അമ്മേനെ അടിക്കുവാണ്. അങ്ങനെ ആ ഒരു ഇതിലാണ് അവൻ്റെ അമ്മ മരിച്ചു പോകുന്നത്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുവാണ്. എന്നിട്ട് കീഫർ പറയുകയാണ്, അന്ന് ഞാൻ ചെറിയ പയ്യനായിരുന്നു, പക്ഷേ ഇന്ന് അങ്ങനെയല്ല, എനിക്ക് അയാളുടെ അടുത്ത് നിന്ന് എൻ്റെ അനിയന്മാരെ രക്ഷിക്കണമെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ജെ കരഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ വിചാരിച്ചത് എൻ്റെ ലൈഫാണ് ഏറ്റവും മോശം, പക്ഷെ അതിനെക്കാട്ടും മോശം അവസ്ഥയിലാണ് നീ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവൾ കരയുവാണ്. അപ്പോൾ കീഫർ പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ ഒരു ധൈര്യശാലിയല്ലേ, അപ്പം ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഇനി വരുമ്പോൾ നീ അതിനെ നേരിടണം. അങ്ങനെ ജെജേനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് കീഫർ പോവുകയാണ്. അപ്പം ആരിസ് ഇത് കാണുവാണ്. അപ്പോൾ ആരിസ് ചോദിക്കുകയാണ്, നിനക്ക് കീഫറിനിടയിൽ എന്തുവാണ്, അവൻ നിന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ജെ പറയുകയാണ്, ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണെന്ന്. അപ്പോൾ ആരിസ് ഇത് കേട്ടിട്ട് പറയണം, എന്ത് പരസ്പരം ഇഷ്ടത്തിലാണെന്നോ, നിന്നെ അവൻ യൂസ് ചെയ്യുകയാണ്, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ കുറേ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും അവൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവളെ അവൻ യൂസ് ചെയ്യുമായിരുന്നു. അവൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കാണും, ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇതേ ഡയലോഗൊക്കെ തന്നെയാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. നിന്നെ യൂസ് ചെയ്തുകൊണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് എത്താനാണ് നോക്കുന്നത്, അതിനിയെങ്കിലും നീ മനസ്സിലാക്കുക. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുകയാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.